الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. قال تعالى في قرآنه الكريم: بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ബഹുമാന്യ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിലെല്ലാം അവൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് നല്ലവരായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ. ഇനി 1-2 ദിനരാത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. റമദാൻ 29 ചക്രവാളത്തിൽ 59 മിനിറ്റ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ദൃഷ്ടി കൊണ്ട്, കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ റമദാൻ 29 മാത്രമായി ചുരുങ്ങുന്നതാണ്. അല്ലെങ്കിൽ 30 ലഭിച്ചേക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകൾ വളരെയേറെ സന്തോഷകരമായ, മുഅ്മിനുകളായ ആളുകൾക്ക് നന്മ പൂർണ്ണമായും ജീവിതത്തിൽ അനുവർത്തിക്കാനും റമദാനിൻ്റെ ശേഷം ഒരു നല്ല ജീവിതം അതിന് തുടക്കം കുറിക്കാനും ആവശ്യമായ നിലയിലുള്ള പരിശീലനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അള്ളാഹു ആ ദീനിനെ സംബന്ധിച്ച് പറയുന്നത് فأقم وجهك للدين حنيفا. നീ വക്രതയില്ലാത്ത നിലയിൽ നിന്റെ മുഖത്തെ ദീനിനെ തിരിച്ചു നിർത്തുക.
ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ അല്ലാഹുവിന്റെ പ്രകൃതിക്കനുസരിച്ച് ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റമേ ഇല്ല. ദാലിക അദ്ദീനുൽ ഖയ്യിം, അതാകുന്നു ചൊവ്വായ മതം. വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ അധികം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതായത് മനുഷ്യ പ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ. ജീവിതത്തിൽ മനുഷ്യനാവശ്യമായ സകലമാന കാര്യങ്ങളും അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അത് ആഘോഷ ദിവസങ്ങളിലാണെങ്കിൽ പോലും അതിൻ്റെതായ ആവശ്യമുള്ള തലങ്ങൾ മനുഷ്യന്റെ സംസ്കാരത്തിൽ നിന്ന് അവന്റെ യാതൊരു തരത്തിലുള്ള പോരായ്മകളിലേക്കും അവൻ എത്തിപ്പെടാതിരിക്കാൻ അവൻ നേടിയിട്ടുള്ള അവന്റെ ആത്മീയ ശുദ്ധി നിലനിർത്തുന്നതിനും വ്യക്തി, കുടുംബ, സമൂഹങ്ങൾക്ക് ആവശ്യമായ സകലമാന വിഷയങ്ങളും നിലനിൽക്കുന്നതിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി മതമായ ഇസ്ലാമിലൂടെ കൃത്യമായ ആഘോഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ മുമ്പിൽ, ലോകത്ത് തന്നെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ടല്ലോ. കാളപ്പോര് മുതൽ കോഴിപ്പോര് മുതൽ ആനപ്പന്തയം വരെ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നവയുണ്ട്. പൂരങ്ങളും ഉത്സവങ്ങളും ജയന്തികളും ചരമ ദിനങ്ങളും എല്ലാം ആഘോഷങ്ങളായി നടത്തി വരാറുണ്ട്. മതപരമായ ആഘോഷങ്ങളും അല്ലാത്തവയും ഉണ്ട്. വ്യക്തിപരമായി പറയുമ്പോൾ ബർത്ത്ഡേകൾ ആഘോഷിക്കുക എന്നത് നമ്മുടെ 4 വയസ്സുള്ള 3 വയസ്സുള്ള മക്കളിൽ വരെ അത്തരം ചിന്താഗതികൾ എത്തുകയും മുതിർന്ന ആളുകൾ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന വിധത്തിൽ ജാതി മതഭേദമന്യേ ഇത്തരം ആഘോഷങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. വാലന്റൈൻ ദിനങ്ങൾ, പ്രണയദിനം എന്ന നിലയിൽ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അതുപോലെ ബർത്ത്ഡേകൾക്ക് പുറമെ വെഡ്ഡിംഗ് ദിവസങ്ങൾ, ആ നിലക്കും ആഘോഷങ്ങളുണ്ട്. നേർച്ചകളും ഉറൂസുകളുമായി മതപരമായ ചില സമീപനങ്ങളോടെ തന്നെ ഒരു ഇബാദത്തെന്നോണം നടത്തുന്ന മുസ്ലിംകൾക്കിടയിലുള്ള ആഘോഷങ്ങൾ വേറെയുണ്ട്. ഇവയിലൊക്കെ പലപ്പോഴും ഇത്തരം ആഘോഷങ്ങളിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും രാഷ്ട്രീയമായ നിലയിലുള്ള വൈരവും വിദ്വേഷവും വളർന്നു വരുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ വർഗീയ വിദ്വേഷം നിലനിൽക്കുന്ന വിധത്തിലേക്കുമൊക്കെ അത് പര്യവസാനിക്കാറുണ്ട്. എന്നാൽ കരിമരുന്ന് പ്രയോഗത്തിലൂടെയോ ആന ഇടഞ്ഞതുകൊണ്ടോ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ സവിശേഷത എന്താ? ആഭാസത്തരങ്ങളില്ലാത്ത ഒരൊറ്റ ആഘോഷങ്ങളുമില്ല. അത് നേർച്ചയിലാണെങ്കിലും പൂരത്തിലാണെങ്കിലും ഉറൂസിലാണെങ്കിലും തദൈവ യാതൊരു മാറ്റവുമില്ല. നൃത്യങ്ങളുണ്ട്, ഫോട്ടോഷൂട്ടുകളുണ്ട്, കാമലീലകളുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണനഗ്നരും അർദ്ധനഗ്നരുമായ സ്ത്രീകൾ പുരുഷന്മാരോടൊത്ത് ഒന്നിച്ച് കാമലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട ആഭാസത്തരങ്ങൾ, അത് നിർബാധം നടന്നു വരുന്ന തലത്തിലേക്കാണ് ഇവയൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു മടിയുമില്ലാതെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ പരസ്യമായി ചുംബനങ്ങളും അതുപോലെ നാവുകൊണ്ട് ഖുത്ബയിൽ മിമ്പറിൽ പറയാൻ പറ്റാത്ത ആഭാസത്തരങ്ങളും എല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനൊക്കെ മാറ്റുകൂട്ടുന്ന ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ലഹരി. അത് മദ്യപാനത്തിൽ നിന്ന് ആരംഭിക്കുന്നു, സിനിമ പ്രചോദനമാകുന്നു. ആ സിനിമ പ്രചോദനമായതിന്റെ പേരിൽ അടിപിടികളോ ഗുസ്തികളോ സംഘട്ടനങ്ങളോ ഒക്കെ ചിത്രീകരിക്കപ്പെടുമ്പോൾ അതങ്ങനെ തന്നെ ഈ സിനിമ കാണുന്ന ആളുകളുടെ മനസ്സിൽ അങ്കുരിക്കുകയും അതിനനുസരിച്ച് ഭേദനങ്ങളും കൊലപാതകങ്ങളും ലഹരി ഉപയോഗവും മദ്യം ഉപയോഗിക്കുന്ന അങ്ങനെ വളരെ വൃത്തികെട്ടുന്ന സാഹചര്യത്തിലേക്കും നയിക്കുന്നവ എമ്പാടും അങ്ങനെ തന്നെയാണ് എന്ന് അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ ആൾക്കാരെന്നറിയുന്നവരുമൊക്കെ അത്തരം സ്വാധീനം കൊണ്ട് നാട്ടിൽ കലാപങ്ങളും കുഴപ്പങ്ങളും കുടുംബ ഛിദ്രതകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മുസ്ലിങ്ങളിൽ മാത്രം നടക്കുന്ന ചില വളരെ മോശപ്പെട്ട ഒരുപാട് ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഉദാഹരണം അപ്പവാണിഭ നേർച്ച. ഒരു മനുഷ്യന്റെ ലിംഗത്തിനാണ് അസുഖമെങ്കിൽ ആ ലിംഗം പോലെയുള്ള അപ്പം വാങ്ങി വെച്ച് അപ്പം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ബിസിനസിന്റെ ട്രിക്കാണ്. അത് കൊണ്ടുപോയി അവിടെ സമർപ്പിച്ചാൽ, നേർച്ചയാക്കിയാൽ രോഗം മാറുമെന്ന് വിശ്വാസം. അതിനുവേണ്ടി നടത്തുന്ന അപ്പവാണിഭ നേർച്ചകൾ. അതുപോലെ ഇനി താഴോട്ടിറങ്ങി ഒന്നുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചാവടിയന്തിരം ആഘോഷമാക്കി മാറ്റുന്നു. മരിച്ച ദിവസം ആഘോഷമാക്കി മാറ്റുന്നു. 3-ാം ദിവസം ആഘോഷമാക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ പണ്ഡിത വേഷധാരികളായ ആളുകൾ ദുആ സദസ്സുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ മജ്ലിസുൽ ഇൽമ് സംഘടിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും കൊടിയേറ്റ ഏർപ്പാടുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതിന് പതാകവാഹകരായി മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിനേക്കാളേറെ അതിലൊക്കെ സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരലുകളും വേണ്ടാത്ത കാര്യങ്ങളും നിർബാധം നടന്നു വരികയും പള്ളിയിലേക്കെങ്ങാനും പോയാൽ സ്ത്രീ അതോടുകൂടി ഇസ്ലാം എന്ന് പുറത്താകുമെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനുകളായ ആളുകൾ, ഞാൻ സൂചിപ്പിച്ചല്ലോ, റബ്ബ് വെച്ച പ്രകൃതിക്കനുസരിച്ചുള്ള ഇസ്ലാമികമായ ആ മര്യാദ, എവിടെയൊക്കെ ആഘോഷങ്ങൾ ഇസ്ലാം ഏതൊക്കെ ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ടോ അത് പാലിച്ചുകൊണ്ട് മനുഷ്യൻ ആവശ്യമായത് അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. അതാണ് റബ്ബ് പറഞ്ഞത്, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. എന്നിട്ട് പറഞ്ഞു ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. അത് നമ്മൾ പരിശോധിച്ചാൽ രണ്ട് ആഘോഷങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതിലൊക്കെ ഉയർന്ന് കേൾക്കുന്നത് എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ആഘോഷത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്നതാണ് അയാളുടെ നാവിൽ നിന്ന് വരേണ്ടത്. ഇനി അതേപോലെ തന്നെ പിന്നെ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വിവാഹ സുദിനങ്ങൾ, ആ ദിവസം ചില ആഘോഷങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കൈമുട്ടി പാടാൻ അത് അനുവാദം നൽകിയ ഹദീസുകൾ നമുക്ക് കാണാം. പെരുന്നാൾ ദിവസത്തിലും അനുവാദം നൽകിയിട്ടുണ്ട്. പെൺകുട്ടികൾ അങ്ങനെ പാടിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വിലക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് കാണാം. അതൊക്കെ പരിധി ലംഘിക്കാത്ത വിധത്തിൽ മാത്രമാണ്. ഇനി ഇങ്ങനെയുള്ള ഇസ്ലാം അനുവദിച്ച വിധത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിൽ ആ ആഘോഷങ്ങൾക്ക് വളരെ കൃത്യമായ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഈദുൽ ഫിത്ർ എടുത്ത് നോക്ക്, ഒരുപാട് മര്യാദകൾ അതിന് കാണാം, സുന്നത്തായ കാര്യങ്ങൾ കാണാം. നേരെ തിരിച്ച് ഈദുൽ അദ്ഹയാണെങ്കിലും അങ്ങനെ തന്നെ. വിവാഹ സുദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ എന്തൊക്കെ നിയമപരമായ വശങ്ങളുണ്ട്. ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ്
ഖുത്ബ പറയാൻ, ജനങ്ങൾക്ക് വിവാഹ വിഷയങ്ങളിലുള്ള ബോധമുണ്ടാക്കി കൊടുക്കത്തക്ക വിധത്തിൽ ഒരാവശ്യ പ്രസംഗം എന്ന നിലക്ക് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊരു മാമാങ്കമായി മാറിയിട്ടുണ്ട്. ഒരു വല്ലാത്ത ഭീതിതമായ, ഈ പെൺകുട്ടിയുടെ ഉപ്പ എന്തായിരിക്കും വരനും ആളുകളും എന്റെ വീട്ടിൽ അടിച്ചു തകർക്കുന്ന രംഗം ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്ന, നെടുവേർപ്പെടുന്ന അവസ്ഥ. കരിമരുന്ന് പ്രയോഗത്തിലൂടെ നമുക്കറിയാം, ഒരു കുട്ടി, ആ കുട്ടി ഇന്നലെ വരെയും ബോധം തെളിഞ്ഞിട്ടില്ല. വായ തുറന്നു പിടിച്ച അതേ അവസ്ഥയിൽ അവ കൂട്ടാൻ കഴിയാതെ ഒരു പൈതൽ. ഇതൊക്കെ ഈ നിലക്ക് സാധന സാമഗ്രികൾ തല്ലിച്ചതക്കുകയും തല്ലിയൊടക്കുകയും വളരെ ആഭാസത്തരത്തിൽ വരൻ എഴുന്നള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതും, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകളോ ഗാനമേളകളോ ട്രൂപ്പ് പരിപാടികളോ ഒക്കെ ആയിക്കൊണ്ട് വളരെ മോശമായ സമീപനം ഈ വിഷയത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഇതിലൊക്കെ ഹറാമും ഹലാലും ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളും പാലിക്കാതിരിക്കുമ്പോൾ അതൊരു ഗുരുതരമായ തെറ്റായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പടച്ചോൻ അനുവദിച്ച ആ കാര്യം അൽഹംദുലില്ലാ എന്ന വശം നേരെ ഓപ്പോസിറ്റായി മാറും. ആണും പെണ്ണുങ്ങളുമൊക്കെ അഴിഞ്ഞാടുന്ന കല്യാണ സദസ്സുകൾക്ക് അൽഹംദുലില്ലാ പറയാമോ? പവിത്രമായ വരാൻ പോകുന്ന ഒരു കുടുംബത്തിന്റെ ഭദ്രതക്ക് അടിത്തറ പാകുന്ന ആ കല്യാണ സദസ്സ് പോലും വളരെ മോശപ്പെട്ട മലീമസമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇസ്ലാം നിർബന്ധിച്ച ചില വശങ്ങളുണ്ട്. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. പെണ്ണിനോട് അല്ലാഹു പറയുന്നു, നിനക്ക് വസ്ത്രമല്ല, ആണിനും പെണ്ണിനുമൊക്കെ അലങ്കാരമായിട്ടും അതുപോലെ തന്നെ വസ്ത്രമായിട്ടും അള്ളാഹു കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആണ് ധരിക്കേണ്ട വസ്ത്രം, അതിന്റെ പരിധിയും പരിമിതികളും, സ്ത്രീ ഉപയോഗിക്കേണ്ട വസ്ത്രം അത് എവിടെയാണെങ്കിലും എങ്ങനെയായിരിക്കണം അവൾ വസ്ത്രം ധരിക്കേണ്ടത് എന്ന വിഷയം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലാ തുബ്ദീന സീനത്തഹുന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. തന്റെ ഇടമുള്ള തറവാടിത്തമുള്ള ഇസ്ലാമിക സമൂഹത്തിൽ പറഞ്ഞ ഒരു പെണ്ണ് ഭർത്താവിന് മാത്രം കാണിച്ചു കൊടുക്കേണ്ട തന്റെ സൗന്ദര്യം ദുനിയാവിലെ കഴുകക്കണ്ണുള്ള കള്ളന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നവളല്ല. ഇസ്ലാമിന്റെ നിയമം അതാണ്. അവൾ ആ മാന്യത കീപ്പ് ചെയ്യും. നാട്ടിൽ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവൾ തുള്ളുകയില്ല. മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ അവർ മറച്ചിരിക്കും. ഇനി വേറെ ചില ഹദീസുകൾ കാണാം. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മുഹ്രിം. ഒരു പെണ്ണ് അവൾ അന്യനായ ആളുടെ കൂടെ ഒറ്റക്കാകാനോ പോകാനോ പാടില്ല. എത്ര വരെ എന്ന് ചോദിച്ചാൽ ഹജ്ജ് പോലും മഹ്റമില്ലെങ്കിൽ നിർബന്ധമില്ല. അത്ര കണിശത ഇസ്ലാം അവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ മാന്യത അവൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അലങ്കാരത്തിന് വസ്ത്രം തന്നോ, വലിബാസു തഖ്വാ ഖൈർ. അള്ളാഹു ഖൈറാക്കി നിശ്ചയിച്ചിരിക്കുന്നത് തഖ്വയാകുന്ന വസ്ത്രമാണ്. എന്നിട്ടോ സംസാരത്തിന്റെ ഇടപഴകലുകളുടെ സകലമാന കാര്യങ്ങളും കൃത്യമായി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫൽയദ്രിബ്ന ബിമുഖ്ബിരിഹിന്ന അലാ ജുയൂബിൻ. മാറിടം മറക്കണം. അത് പരിശുദ്ധ ഖുർആന്റെ നിയമമാണ്. ഏത് തരത്തിലുള്ള ആഘോഷമായാലും ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ പുറത്തിറങ്ങേണ്ടത്. കാരണം എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ വസ്ത്രധാരണം അത് മോശമാകുന്നതിനനുസരിച്ച് ആണുങ്ങൾക്ക് ഇവരുമായി കൊഞ്ചിക്കൊഴയാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. അരാജകത്വം ഉണ്ടാകും, വ്യഭിചാരം നടക്കും, കണ്ണുകളുടെ വ്യഭിചാരം നടക്കും, ശരീരം കൊണ്ട് സ്പർശിക്കുന്ന വ്യഭിചാരം നടക്കും, തുടങ്ങി ഒരുപാട് ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിലേക്ക് എത്തുകയും ഒരു പക്ഷേ ചിലതൊക്കെ അത് അടിയിൽ കലാശിക്കുകയും
കച്ചറയും കുടുംബ കലഹവും ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന എത്രയോ സാഹചര്യങ്ങൾ അതിന് നിമിത്തമായിട്ടുണ്ട്. അതുകൊണ്ട് അവർ വലാ തഖ്ലഅന ബിൽ ഖൗലി വഖുൽന ഖൗലൻ മഅറൂഫാ, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല. അപ്പോൾ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആൾക്കാരുണ്ടാവും, അവർക്ക് അവളോട് ആഗ്രഹം ജനിക്കും, പ്രശ്നമാകും. ഇതൊക്കെ എന്തിനാ? സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ. ഈ ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ ആ വിഷയം പറഞ്ഞതിന് ശേഷം അല്ലാഹ് ഒരു പറഞ്ഞ വാചകമുണ്ട്, കൈലാ യഅരിഫ്ന വലാ യുഅ്ദൈൻ, അവർ ഒരു അറിയപ്പെടാൻ വേണ്ടിയിട്ട് മാന്യതയുള്ള പെണ്ണാളവൾ എന്ന് അറിയപ്പെടണം. വലാ യുഅ്ദൈന, അവർക്ക് ശല്യപ്പെടുത്തപ്പെടുന്ന സാഹചര്യം അവരിൽ ഉണ്ടാകരുത്. സുരക്ഷിതത്വം, ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ കാര്യം വിശദീകരിക്കേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുകയും സംരക്ഷിക്കുകയും അവരുടെ ചാരിത്രം അവൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളൊക്കെ നിരവധി ഖുതുബകൾ കേൾക്കുന്നവരാണ്. നമ്മളെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. വസ്ത്രധാരണ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്താൻ കൃത്യമായും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സംസാരത്തിൽ, അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ. മൈ ചോയ്സ് മൈ ലൈഫ് എന്ന ചിന്താഗതി നമുക്ക് പറ്റൂല. എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണ് എന്നല്ല. ചിലരൊക്കെ അതിന് അങ്ങനെ ആയാലെന്താ, വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുമൊക്കെ ചോദിക്കാറുണ്ട്. ആകാശമല്ല ഇടിഞ്ഞ് വീഴുക, ഇവരുടെ ജീവിതമാണ് ഇടിഞ്ഞു തകരുക, ആ കുടുംബത്തിന്റെ ഭദ്രതയാണ് നശിക്കുക. അതുകൊണ്ട് മാന്യതയുള്ള ആളുകൾ, മുഅ്മിനുകളായ ആളുകൾ ആഘോഷത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ധൂർത്താണ്. ധൂർത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം നടത്തിയാൽ ആ കല്യാണ സദസ്സിലേക്ക് എത്ര ആളുകളെ വിളിക്കുന്നുവോ അവർക്കാവശ്യമായ ഭക്ഷണം മാത്രം. പൊങ്ങച്ചത്തിന് വേണ്ടി, ധൂർത്തിന് വേണ്ടി ഒരുപാട് ഭക്ഷണങ്ങൾ വിളമ്പി അതങ്ങനെ തന്നെ കഴിഞ്ഞ് കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന രംഗം, അതിന് ഏൽപ്പിക്കപ്പെട്ട ആള് പൊട്ടിക്കരയുന്ന അവസ്ഥ വരെയുണ്ട്. കാരണം ഇത് കുഴിച്ചു മൂടുമ്പോൾ എത്രയോ മനുഷ്യര്, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഴിയുന്ന ആളുകള്, വിശന്ന് പൊരിയുന്ന വയറുമായി കഴിയുന്ന മനുഷ്യര് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തോ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോ എന്തൊരു സുഖമുണ്ട്. 5 ലക്ഷമാണ് 10 ലക്ഷമാണ് ഒരു കാറ്ററിംഗ് കരാർ കൊടുക്കുന്നതെങ്കിൽ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ അതിൽ എത്ര ചുരുക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത്? അതിൽ 2-3 ലക്ഷം ഇപ്പറഞ്ഞ സാധുക്കൾക്കും കൊടുത്താൽ പോരെ. അതുപോലെ തന്നെ ഡെക്കറേഷനുകൾ, 10 മിനിറ്റുള്ള ഒരു നിക്കാഹ് നടക്കുന്നതിന് ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്ന ഡെക്കറേഷൻ സംവിധാനങ്ങൾ, എന്തിനാ? ആൾക്കാരുടെ മുന്നിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ഇത്തരം ദുർവ്യയങ്ങൾ അത് പിശാച് നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കി തരുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ കൂട്ടാളികളാണവർ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ ഒരൊറ്റത്തിനെയും റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ, റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ചെന്താ? പ്രത്യക്ഷമായ തോന്നിവാസവും പരോക്ഷമായ തോന്നിവാസവും രണ്ടും അല്ലാഹ് വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആഘോഷങ്ങൾ ഇസ്ലാം അനുവദിച്ച രൂപത്തിലാക്കി തീർക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല 100% നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപദേശങ്ങൾ കേൾക്കുന്നു. റമദാൻ 30 ദിവസവും രാവും പകലും വഅദ് കേൾക്കുന്നു. എന്നിട്ടും നമ്മളുടെ മക്കൾ എന്തേ ഇങ്ങനെ? അതിന് പ്രധാനപ്പെട്ട കാരണം അവരെ നമ്മൾ ഇത്തരം സദസ്സുകളിലേക്ക് കൊണ്ടുവരാത്തതാ, വേറെ അതൊന്നുമല്ല.
കാരണം ഒരിക്കൽ പോലും ഒരു ഉപദേശം കേട്ട് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും തോന്നിവാസങ്ങൾ ചീത്ത പ്രേരിപ്പിക്കുന്ന പ്രകൃതിയാ മനസ്സ് എന്ന് പറഞ്ഞത്. അതിന് മാറ്റം ആ മനസ്സിൽ നാമ്പെടുക്കണം നന്മയുടെ തിരിയെങ്കിൽ വിജ്ഞാനത്തിന്റെ ഇസ്ലാമിക നിർദ്ദേശത്തിന്റെ നിയമങ്ങളുടെ വശം മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ ചേക്കേറണം. അതിന് നമ്മളെ മക്കളെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. സദസ്സുകളിലേക്ക് കേൾക്കണം, അവർ പഠിക്കണം. അതിനു വേണ്ടിയായി വെള്ളിയാഴ്ചകളും മറ്റുള്ള ക്ലാസ്സുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആഘോഷങ്ങൾ അല്ലാഹു പഠിപ്പിച്ച വിധത്തിൽ നിയമാനുസൃതമാക്കി തീർക്കുവാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ ഈ പരിശുദ്ധ റമദാനിന്റെ മഹത്വം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന മറ്റ് ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന മുഅ്മിനുകളിൽ പെടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു ബിഹി വ നതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ഈ രണ്ടാം ഖുതുബയിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഫിത്ർ സക്കാത്തിന്റെ കാര്യമാണ്. ഹിജ്റ 2-ലാണ് അല്ലാഹു ഇത് നിയമമാക്കിയിട്ടുള്ളത്. അതിന്റെ ലക്ഷ്യം തുഹറത്തുൽ സായിമി മിനൽ ലഗ്വി വൽ റഫത്ത്, പോരായ്മകൾ നോമ്പിന്റെ അത് പരിഹരിക്കുക എന്നത്. മറ്റൊന്ന് തുഅമത്തുൽ മസാക്കീൻ, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണമായിക്കൊണ്ട്. ഇത് ഫർളാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. നോമ്പുള്ളവരും അല്ലാത്തവരും വീട്ടിൽ തൻ്റെ ചെലവിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ അന്ന് ജനിച്ച കുട്ടി വരെ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആ ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റത് ആരാണോ അവരാണ് അത് നിർവഹിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളും ചെലവും ഇല്ലെങ്കിൽ പോലും അവർക്ക് അല്ലാതെ തന്നെ നിർബന്ധമാകും എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കടക്കാരനാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ഒഴിവാവുകയില്ല. എപ്പോഴാ കൊടുക്കേണ്ടത്? നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ്, മാസം കണ്ടതിന് ശേഷം ഈ ടൈമിന്റെ ഇടയിൽ കൊടുക്കണം. എന്നാൽ നബി പറഞ്ഞിരിക്കുന്ന വശങ്ങള് പരിശോധിച്ചാൽ അത് നിർവഹിക്കുക എന്ന പദപ്രയോഗവും, മറ്റൊന്ന് നബി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പാവങ്ങളായ മനുഷ്യന്മാരെ കൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ യാചിപ്പിക്കരുത്. അതിനർത്ഥം എന്താ? എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോ അതിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത്. ചില ആളുകളെങ്കിലും ഇതിൽ അമാന്തം കാണിക്കുന്നവരാണ്. എങ്ങനെ? അത് കമ്മിറ്റി അതിനു വേണ്ടി ഒരുങ്ങി റെഡിയായി, എന്നാൽ പോലും 1000 പ്രാവശ്യം ഫോൺ ചെയ്താലും അത് ആ സമയത്ത് എത്തിച്ചു കൊടുക്കൂല. അതിന് കാശ് എത്തിച്ചു കൊടുക്കുകയോ അതുമായി ആ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹകരിക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ വല്ല പ്രതിഫലവും നമ്മളോട് വാങ്ങിയിട്ടാണോ? അവർക്കും പെരുന്നാളിന് ഈ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈദ്ഗാഹിലേക്ക് വരേണ്ടതും മറ്റും കാര്യങ്ങളായിട്ട് ഇറങ്ങേണ്ടതില്ലേ? നമ്മളെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അതിലേതെങ്കിലും നിലക്കൊരു വീഴ്ച വരാതിരിക്കാൻ, അവർക്ക് സുഖമായി ഇത് നടപ്പിൽ വരുത്താൻ, അതിനു വേണ്ടിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 27 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാമെന്ന് അഭിപ്രായപ്പെട്ടതും. അങ്ങനെ നമ്മൾ ആ നിലക്ക് തുടർന്നു വരുന്നതും. ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പ്രയാസം പരിഗണിച്ച് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഒട്ടും വൈകാത്ത വിധത്തിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലായ്പ്പോഴും അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഫിത്ർ സക്കാത്ത് പ്രത്യേകിച്ച് ആ കുറഞ്ഞ ടൈം മാത്രമാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കരിക്കുന്നതിന്റെ മുമ്പാണ് എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. നമസ്കാരത്തിന്റെ ശേഷമാണെങ്കിൽ അത് സദഖ മാത്രമേ ആവൂ.
മനസ്സിലായോ? പിന്നെ അരി മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്, പാൽക്കട്ടി കൊടുത്തിട്ടുണ്ട്, സബീബ് ഉണ്ടല്ലോ, മുന്തിരി, ഉണക്കമുന്തിരി. ഇത് എന്ന പ്രയോഗിച്ച് ഭക്ഷ്യവസ്തുവായ. അപ്പൊ ഭക്ഷ്യവസ്തുവായ നിലയിൽ കേവലം അരി എന്നത് മാത്രമല്ല, ബാക്കിയുള്ളതും കൂട്ടിക്കൊടുക്കാം. അതുണ്ടാക്കാൻ ആവശ്യമായ വല്ല വെളിച്ചെണ്ണയോ അതുപോലെയുള്ള നെയ്യോ എന്താ വേണ്ടതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിരോധമില്ല, നിർബന്ധമില്ലതാനും. അതുകൊണ്ട് അങ്ങനെ ഭക്ഷ്യ വസ്തു എന്ന നിലയിലാണ് ഹദീസുകളിൽ നിന്ന് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈദുൽ ഫിത്റുമായിട്ട് ബന്ധപ്പെട്ട ചില മര്യാദകൾ നേരത്തെ തന്നെ തക്ബീർ കണ്ട ഉടനെ, മാസം കണ്ട ഉടനെ തക്ബീർ ചൊല്ലാം. ആ തക്ബീർ ഇമാമ് നമസ്കാരം തുടങ്ങുന്നത് വരെ ആകാവുന്നതാണ്. അത് വീടുകളിൽ നിന്നും പറ്റും. കുട്ടികളോടൊക്കെ തക്ബീർ ചൊല്ലിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ തക്ബീർ ചൊല്ലുന്ന അതോടുകൂടി തന്നെ നമസ്കാരത്തിന് പിന്നെ സഫിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സുഗന്ധം ഉപയോഗിക്കാം പുരുഷന്മാർക്ക്. ഉള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ലത് ധരിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളും. അതുപോലെ ഈദുക്കും മുബാറക് എന്ന് ഭാഷാപരമായി പറയാം. എന്നാൽ സഹാബത്ത് പറഞ്ഞിരുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ്. നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ ഇബാദത്തുകൾ എന്ന്. ഇനി 6 നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് മിൻ ശവ്വാൽ 6 നോമ്പ് ആരെങ്കിലും റമദാന് ശേഷം തുടർത്തിയാൽ കാന സിയാമുദ്ദഹർ, അവൻ ഒരു വർഷം നോമ്പെടുത്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന്. ഇതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഇർഷാദിന്റെ കീഴിൽ പല സംരംഭങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് 100ഓളം കുടുംബങ്ങൾ അവർക്ക് ഭക്ഷ്യവസ്തു വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ മാസവും 20-ൽ കുറയാത്ത കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും നിർധനരായ ആളുകൾക്ക് ചികിത്സാ സഹായവും മറ്റുമൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. വല്ലാത്തൊരു സേവനമാണത്. ഇതൊരു നിസ്സാരമുള്ള കാര്യമല്ല. റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി ഒരു റമദാനിൽ ഒരു വെള്ളിയാഴ്ച ഏറ്റവും നല്ല ദിവസമാണല്ലോ. അതുകൊണ്ട് എനിക്ക് സദഖ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇനി ഈ റമദാനിൽ കഴിയില്ല. അത്ര പുണ്യമുള്ള അവസാനത്തെ വെള്ളിയാഴ്ചയായ ഈ ദിവസം അതിനു വേണ്ടിയാണ് നമ്മൾ കളക്ഷൻ നടത്തുന്നത്. ഒരുപാട് സംഖ്യ കൊടുത്തവരാണ്. എന്നാലും അകമഴിഞ്ഞ് ഈ നിർധനരായ രോഗികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കഴിവിന്റെ പരമാവധി അതിൽ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. വളരെ നല്ല ഒരു സംരംഭം എന്ന നിലക്ക് ഇന്നേ വരെ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. പള്ളിയിൽ വരുന്ന പുരുഷന്മാരും സ്ത്രീകളും അവരിൽ നിന്നും അല്ലാതെയുമൊക്കെ ശേഖരിക്കുന്ന ഈ സംഖ്യയാണ് അതിന്റെ നിദാനം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ആ സംഖ്യ മാത്രമാണ് പ്രധാനമായും അതിന്റെ നിദാനം. അതുകൊണ്ട് അത് നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾക്ക് നേർക്ക് നേരെ ആവുന്നില്ല എങ്കിൽ അത് നടത്തുന്നവരെ സഹായിച്ചുകൊണ്ടെങ്കിലും ഒരു പുണ്യം നേടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദഖകളും സ്വീകരിക്കുകയും ഈമാനോടുകൂടി ജീവിച്ച് മരിച്ചു പോകുന്ന സജ്ജനങ്ങളിൽ പെടാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് രോഗികളും പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ സ്വന്തമായും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ തമ്പുരാൻ അവന്റെ മഹത്തായ ഫضل കൊണ്ട് ഈ റമദാനിന്റെ പൂർണ്ണമായ പവിത്രത നേടി സ്വർഗത്തിലെത്തുന്ന സജ്ജനങ്ങളിൽ പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് പുറത്തു തരികയും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.